ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 അൾട്രാ HD LCD പ്രൊജക്റ്റുകളാണ്. രണ്ടിൻ്റെ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി, മാനുഫാക്ചറിങ് ക്വാളിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് HDMI പോർട്ട്, USB, പിന്നെ വൈഫൈ, ഫോൺ മിററിംഗ് ഒക്കെ ഉണ്ട്. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ഫോക്കസിങ്ങിൻ്റെ റിങ് തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് കേൾക്കാൻ പറ്റും. കരകര സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറഞ്ഞ ക്വാളിറ്റിയിൽ വരുമ്പോൾ. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന നോക്കുമ്പോൾ നല്ല സ്മൂത്താണ്. ഇതിൻ്റെ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തിങ് ആണ്. പിന്നെ ഓട്ടോ ഫോക്കസിങ് ആണ് വരുന്നത്. നമുക്ക് മെയിനായിട്ട് അറിയേണ്ട രണ്ടിൻ്റെയും ക്ലാരിറ്റിയും കാര്യങ്ങളാണ്. അതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു. അലക്സാ ടേൺ ഓഫ് ദ ലൈറ്റ്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കുറഞ്ഞ മോഡലിന് കേട്ടോ. ഇതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പിന്നെ ആൻഡ്രോയിഡ് ആപ്പുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഹോട്ട്സ്റ്റാർ കാര്യങ്ങൾ എല്ലാ ആപ്പും ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇൻബിൽട്ടായിട്ട് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കണം. സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി കണക്ട് ചെയ്യണം. ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ഇതിൻ്റെ അകത്ത് സ്പീക്കർ വരുന്നുണ്ട് കേട്ടോ. അതിൽ സൗണ്ട് കുറവായിരിക്കും. നമ്മുടെ അടുത്ത് ഏതെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യുകയാണെങ്കിൽ സബ്ബൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കേട്ടോ. 24 ന്യൂസാണ് നമ്മൾ വെച്ച് നോക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് കേട്ടോ. കുറഞ്ഞ മോഡലാണെങ്കിലും ക്ലാരിറ്റി പക്കയാണ്. നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നല്ല ക്ലിയർ ആയിരിക്കും. ബാക്കി രണ്ട് സൈഡ് വശങ്ങൾ ചെറിയൊരു ക്ലിയർ കമ്മി ഉണ്ടാകും. നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക. സിനിമ ഒന്നും കാണുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സെൻറ്റർ ഭാഗം മാത്രമേ കറക്റ്റ് ഫോക്കസിങ് ഉണ്ടാവും ഇതിൽ. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ആ കോർണറിൽ എഴുതിയത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സെൻറ്ററിൽ വരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഇതാണ് ഈ കുറഞ്ഞ മോഡലിൽ വരുന്ന ഡിഫറൻറ്റ് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് സിനിമയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുറഞ്ഞ മോഡൽ തന്നെ 2900, 3000 ആ റേഞ്ച് വരുന്ന സാധനങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം ഇടയ്ക്ക് ഇത് സ്റ്റക്കാവും, വീഡിയോസ് സ്റ്റക്കാവും. പിന്നെ നമ്മൾ ആദ്യം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് വേണം വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. അത് ഇതിനകത്ത് വരുന്നത് കുറഞ്ഞ പ്രൊസസ്സറാണ് വരുന്നത്. അതിനുള്ള റേറ്റേ വരുന്നുള്ളൂ. 2999 എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊജക്ടറിൻ്റെ നോർമൽ ലെവലാണ്. 16, 17 റേഞ്ചിലൊക്കെയാണ് നല്ലൊരു പ്രൊജക്ടർ വാങ്ങുകയാണെങ്കിൽ ആ റേറ്റ് വരും. പിന്നെ ഈ കുറഞ്ഞ മോഡലിന് വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും വാറണ്ടി ഉള്ള മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആയിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ കൂടിയ മോഡലിൻ്റെ ടെസ്റ്റും കൂടി കാണിച്ചു തരാം, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റിങ്സിന് വ്യത്യാസമുണ്ട്. വോളിയം കൺട്രോളൊക്കെ അടിപൊളി ഡിസൈനിലാണ് വരുന്നത്. സെയിം സിറ്റ് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യണം. വൈഫൈ കണക്ട് ചെയ്യുക, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. ഇതിൻ്റെ കൺട്രോൾ മൊത്തം റിമോട്ട് വെച്ചിട്ടാണ്. ആൻഡ്രോയിഡ് TV ഉപയോഗിക്കുന്നവർക്ക് അറിയാം. TV കൺട്രോൾ ചെയ്യുന്ന സെയിം തന്നെ ഇതിനകത്ത് വരിക. നമ്മൾ ഇതിനകത്ത് ഇനി യൂട്യൂബ് എടുത്തിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഓൺ ആക്കണത്. ഫസ്റ്റ് ടൈം ഓൺ ആക്കുമ്പോൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മൾ യൂട്യൂബിൽ സൈൻ ഇൻ ആകെ കുറച്ച് ടൈം എടുക്കും സൈൻ ഇൻ ചെയ്യാനൊക്കെ. ഇതിനകത്ത് നമ്മൾ 24 ന്യൂസ് തന്നെയാണ് വെച്ച് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മൂവി വെച്ച് കാണിച്ചിട്ട് കേട്ടോ. പരസ്യമാണ്. ഈ പരസ്യത്തിൽ നിങ്ങൾ ആ ChatGPT ഇത് ടെക്സ്റ്റ് ആയിട്ട് നോക്കി നോക്കുക. അത്യാവശ്യം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേൻ്റെ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെറിയൊരു അടിഭാഗമൊന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടൂല. അപ്പോൾ സ്കിപ്പ് എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റൂല മറ്റേൻ്റെ അകത്ത്, കുറഞ്ഞതിൻ്റെ അകത്ത്. മറ്റേത് ഇതും തമ്മിലുള്ള ക്ലിയറിൻ്റെ വ്യത്യാസം തന്നെ നോക്കി നോക്കുക. ഇതിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ മാറ്റമുണ്ട് ഇതിനകത്ത് നമ്മൾ ആ കോർണറൊക്കെ കറക്റ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈം വരെ നമുക്ക് കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കോർണറിൽ. ഇനി ഞാനൊരു മൂവിയും കൂടി വെച്ച് കാണിച്ചു തരാട്ടാ. ഇതിൻ്റെ ക്ലിയർ ഒന്ന് നോക്കി നോക്കുക ഈ മൂവിയുടെ. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ റൂമിലിരുന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതിപ്പോൾ പ്രൊജക്ടർ യൂസ് ചെയ്യാനൊന്നും അറിയണമെന്ന് ചേട്ടാ. ഫുൾ ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങൾ നിങ്ങൾ എങ്ങോട്ടാണ് വെക്കുന്നത് അവിടെ കറക്റ്റായിട്ട് ഫോക്കസ് ആയിട്ട് ഇരുന്നോളും സാധനം. HDMI പോർട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ സെമിനാർ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ ഫോൺ ഇതായിട്ട് മിറർ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ സ്ക്രീൻ അതേപോലെ നമുക്ക് ഇതിലേക്ക് മിറർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫുട്ബോൾ കളിയൊക്കെ ഉള്ള ടൈമിൽ നിങ്ങൾ ക്ലബിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് റൂഫിലേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ച് മലന്ന് കിടന്നുകൊണ്ട് സിനിമ കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിന്. കിടിലം പ്രൊഡക്റ്റാണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കണക്ഷൻ ഒന്നും വീട്ടിൽ ജസ്റ്റ് ഒരു വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കുട്ടികളൊക്കെ നമുക്കിതിന് കണ്ണിന് പ്രശ്നമില്ല. ആ കുട്ടികൾ നേരെ റൂമിലിരുത്തിയിട്ട് നമുക്കിത് ഓണാക്കി വെച്ച് കൊടുക്കുന്നത് അവരെ ഭാഗം എൻജോയ് ചെയ്തോളൂ. കണ്ണ് കേട്ടിരുന്നുള്ള പേടി വേണ്ട. അതിൻ്റെ ആ ക്ലിയർ നോക്കിയൊക്കെ ഫുൾ HD അൾട്രാ HD ആയിട്ട് വരുന്നത്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എപ്പോഴും പ്രീമിയം സാധനം നോക്കി വാങ്ങാം. മെയിനായിട്ട് ഇതിൽ ലൈറ്റിനാണ് ഇഷ്യൂ വരിക. ലൈറ്റ് എപ്പോൾ കേട് വരുന്നൊന്നും പറയാൻ പറ്റില്ല. കുറഞ്ഞത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് അടിച്ചു പോകും.
അപ്പോൾ നിങ്ങൾ വാറണ്ടി ഉള്ള ടൈപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആയിരിക്കും വരിക. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ മാറ്റി കിട്ടും. അപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് 10+ India എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.